അച്യുത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളായില്ലേ നമ്മുടെ മുടിയുടെ വീഡിയോ ഇട്ടിട്ട്. നമ്മുടെ ഹെയർ കെയർ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. മുടി എല്ലാവരുടെയും പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. ഭയങ്കരമായിട്ട് മുടി നമ്മളിങ്ങനെ മുടിയിലൊന്ന് തൊടുന്ന ഉടനെ തന്നെ മുടിയെല്ലാം കൂടി ഇഷ്ടംമാതിരി പൊഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് വരും അല്ലേ. അപ്പൊ ഈ മുടിയെല്ലാം കൂടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പണ്ട് നമ്മൾ പറയത്തില്ലേ തിരുപ്പന ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത്രയ്ക്ക് മുടി പൊഴിഞ്ഞു പോകും. അപ്പൊ ഈ മുടി, ഈ പൊഴിഞ്ഞു പോകുന്ന മുടി നിങ്ങളുണ്ടല്ലോ, ഇതെല്ലാം വലിച്ച് മീറ്റത്തോട്ടൊന്നും ഇങ്ങനെ എറിയാനായിട്ട് പാടില്ല. പണ്ടുള്ളവർ നമ്മളോട് പറയും, എന്താണെന്ന് നിങ്ങൾക്കറിയാവോ, ഈ മുടി ഈ പക്ഷികളൊക്കെ മുറ്റത്ത് വന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇങ്ങനെ ചെകിയുമ്പോഴത്തേക്കും പണ്ടുള്ളവർ പറയുന്നതാണ്. എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും കുറച്ചൊക്കെ കാണുമായിരിക്കും. അപ്പൊ പക്ഷികളൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് ചകഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉറുമ്പും പുഴുവും അങ്ങനെയൊക്കെ കിട്ടത്തില്ല, അതിനെയൊക്കെ കൊത്തിപ്പറക്കി തിന്നുക പതിവുണ്ട്. അപ്പൊ ഇങ്ങനെ അവര് ചകയുമ്പോഴത്തേക്കും അവരുടെ ഈ കാലില് ഈ മുടി ഉടക്കും. ഈ മുടി ഉടക്കുമ്പോഴത്തേക്കും ഇതുങ്ങള് നമുക്കും ദേഷ്യമല്ലേ, മുടി ഇപ്പൊ തൂക്കുമ്പോ തന്നെ മുടി ചൂലയിലൊക്കെ ഉടക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞത് അതുപോലെ ഈ പക്ഷികൾ പ്രാകുന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ മുടി പൊഴിഞ്ഞു പോകുമെന്ന് പറയാം. അതുകൊണ്ട് നിങ്ങൾ ഈ പൊഴിഞ്ഞ മുടിയൊന്നും ദൂരോട്ട് ഇങ്ങനെ വലിച്ച് എറിയാതെ നമ്മളത് സൂക്ഷിച്ച് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. കുറച്ചും മുടി ആകുമ്പോഴത്തേക്ക് എടുത്തിട്ട് കുഴിച്ചിടുക, അല്ലെങ്കിൽ കുറേശ്ശെ എന്നും പൊഴിയുന്ന മുടി എന്നും കൊണ്ട് കുഴിച്ചിടാൻ നിൽക്കണം. നന്നായിട്ട് കെട്ടി പൊതിഞ്ഞ് വെച്ചിട്ട് എല്ലാം കൂടെ കൊണ്ട് കുഴിച്ചിടണം. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ അലക്ഷ്യമായിട്ട് മുടി വലിച്ചെറിയാനായിട്ട് പാടില്ല. അപ്പൊ നമ്മുടെ മുടി പൊഴിച്ചിലിനൊരു പരിഹാരവും, പിന്നെ നമ്മുടെ മുടി എത്ര വളരാത്ത മുടിയാണെങ്കിലും നന്നായിട്ട് തന്നെ, ഇപ്പൊ പാരമ്പര്യമൊക്കെ അനുസരിച്ചുള്ള മുടിയാണെങ്കിൽ ഇഷ്ടമാതിരി വളരും എന്നും പറഞ്ഞിട്ട് മുടി ഇല്ലാത്തവരും മുടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതിനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് നമ്മുടെ കട്ടൻ ചായയാണ് വേണ്ടത്. അപ്പൊ ഈ കട്ടൻ ചായ കൊണ്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത വീഡിയോ അല്ല ഇത് കേട്ടോ, ഇത് വേറെ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഈ തേയില, ഏത് തേയില വേണേലും നിങ്ങൾക്ക് എടുക്കാം. നമ്മുടെ വീട്ടിൽ ഏത് തേയിലയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേയില നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പം ഒരു 3 സ്പൂൺ എടുക്കുക, വലിയ സ്പൂണിന് എടുക്കുക. 3 സ്പൂൺ തേയില എടുക്കുക. അതിനകത്തോട്ടെ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 3 സ്പൂൺ തേയില, 3 ഗ്ലാസ് വെള്ളം. എന്നിട്ടത് അടുപ്പിൽ വെച്ചിട്ട് തിള വരുന്ന സമയമുണ്ടല്ലോ, ഇങ്ങനെ പതഞ്ഞിരിക്കുന്ന സമയം, ആ സമയത്ത് നമുക്ക് ഒരു സാധനം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുളസി ഇലയാണ്. കൃഷ്ണ തുളസിയുടെ ഇലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന. നന്നായിട്ട് കഴുകി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തേയിലയും ഈ തുളസിയും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് വെട്ടിത്തിളച്ച് ഈ തേയിലയിലെയും തുളസിയിലെയും സത്ത് ഈ വെള്ളത്തിൽ ഇറങ്ങണം. അതുവരെ ഒരു 5 മിനിറ്റോളം നിങ്ങളൊന്ന് വെട്ടി നന്നായിട്ട് തിളപ്പിക്കുക. തുളസിയില ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ചിലവർക്ക് തലയിൽ ഭയങ്കര ചൊറിച്ചിലില്ല, ആ ചൊറിച്ചിൽ പോകാനും താരൻ ഇല്ലാതാക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ തുളസിയുടെ ഇല. അതുപോലെ തേയില വെള്ളം ശരിക്കും തണുപ്പാണ്. അപ്പൊ അത് നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് നീരിറക്കമൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടും കൂടിയാണ് നമ്മൾ ഈ തുളസിയുടെ ഇല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഉള്ളവർക്ക്, ജലദോഷമൊക്കെ ഉള്ളവർക്ക്. അപ്പം തേയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഒരുപാട് നല്ലതാണ്. തേയില വെള്ളം നിത്യവും തലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരും. അപ്പം ഇത് രണ്ടും കൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. തണുത്തതിന് ശേഷം ഇത് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ തല നനയ്ക്കുമല്ലോ, തല കുളിക്കുമല്ലോ, അതുപോലെ തലയൊന്ന് നനയ്ക്കുക. നനച്ചതിന് ശേഷം ഈ അരിച്ചു വെച്ചിരിക്കുന്ന തേയില വെള്ളം നമ്മുടെ തലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ഇതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക.
ഇത് ദിവസവും ചെയ്യുക. ഒരു 7 ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മുടിയിൽ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ മുടിക്ക് ഇത്രയും കട്ടി വെച്ചോ ഉള്ളു വെച്ചോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്നതല്ല, തീർച്ചയായിട്ടും അതെ. എന്തുകൊണ്ടാ? നമ്മുടെ മുടിയുടെ പൊഴിച്ചിൽ കംപ്ലീറ്റ് അങ്ങ് നിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി വളരാനായിട്ട് തുടങ്ങും. അപ്പൊ ഇത് തേച്ച് ഇഷ്ടം പോലെ ബേബി ഹെയർ ഒക്കെ ഇങ്ങനെ നമുക്ക് ഇഷ്ടം മാതിരി വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മൾ തേയില വെള്ളം പ്ലസ് തുളസിയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഇത് വെറും നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. തേയില നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്, കൃഷ്ണ തുളസിയും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഉണ്ട്. പിന്നെ എന്തിനും മടിക്കണം, തിളപ്പിച്ച് തേക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം, ഇല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുടി നന്നായിട്ട് വരും. നമ്മൾ കെമിക്കലൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ മുടിയെല്ലാം പൊഴിഞ്ഞൊക്കെ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു കുഞ്ഞു കാര്യമാണ്. ഈ കുഞ്ഞു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുടി നന്നായിട്ട് വളരും. അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.